അപ്പോൾ ഇനി ഇവിടെ നമുക്ക് 12 സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഫൈബർ ഫില്ല് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മളെ ഹെഡ് ഈ ഒരു ഭാഗം ചെറുതായിട്ടും മെലിഞ്ഞിട്ടും ഹെഡ് കുറച്ച് വലുതായിട്ടൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഫുൾ വർക്ക് കഴിയുമ്പോൾ നമുക്ക് ആ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഫൈബർ ഫില്ലൊക്കെ ആഡ് ചെയ്തിട്ട് കറക്റ്റ് ഒരു ഫേസിൻ്റെ ഷേപ്പ് പോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് ആണ് ഈ 12 ചെയിനിലും ചെയ്യുന്നത്. 12 ചെയിനിലും ചെയ്തിട്ട് നമ്മൾ 6 ചെയിനായിട്ട് ഡിക്രീസിങ് ചെയ്യാണ്. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഒന്നുകൂടി കാണിക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിലും അതുപോലെ ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ ഇൻവിസിബിൾ ഡിക്രീസിങ് ചെയ്യുക. ഇനി അതുപോലെ അടുത്തതും ചെയ്യുക. അങ്ങനെ 6 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ചിനെ നമ്മൾ 6 സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വലിയ ഹെഡല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇത്ര വലുപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പക്ഷേ നമ്മൾ ഈ ഒരു വർക്ക് കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡിക്രീസിങ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 6 ചെയിനിലും ഓരോ ഡിക്രീസിങ് 12 ചെയിനിലും നമ്മൾ ഡിക്രീസിങ് ചെയ്യുമ്പോൾ 6 ചെയിനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പിന്നെ യാണ് കട്ട് ചെയ്യാണ്. യാണ് കുറച്ചധികം തുന്നാൻ വേണ്ടിയിട്ട് കുറച്ചധികം അല്ല എന്നാലും കുറച്ച് അധികം യാണ് എടുത്തിട്ട്, വളരെ അധികം ഒന്നും വേണ്ട, കുറച്ചെങ്ങനെ ഒരു യാണ് എടുത്തിട്ട് നമുക്ക് സൂചി കോർക്കാനുള്ള ഒരു യാണ് എടുക്കുക. എന്നിട്ട് ഞാൻ ഈ സൂചിയിൽ ഈ യാണ് ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഇതിൽ ഈ ഒരു സ്റ്റിച്ചിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെറുതാക്കി കൊടുക്കുക. ഇനി നമുക്ക് 6 സ്റ്റിച്ചാണ് ഇവിടെ ഉള്ളത്. ഈ 6 സ്റ്റിച്ചിലും നമുക്ക് ബാക്ക് ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യാം. 6 സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ആണിങ്ങനെ വലിക്കുമ്പോൾ ഈ ഒരു ഭാഗം ചെറുതാവും. അപ്പോൾ ഇവിടെ ക്ലോസ് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനെ താഴത്തേക്ക് വലിച്ചു കൊടുക്കുക. ഈ ഒരു ഹുക്കിനെ യാണിനെ നീഡിലിനെ നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ ഹെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യുന്നില്ല, കുറച്ചും കൂടി ഒരു ഭാഗത്തും കൂടി ഇങ്ങനെ ആക്കിയിട്ട് ഫൈബർ ഫില്ലിൻ്റെ ഉള്ളിൽ ഈ ആണ് കിടന്നോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്യാത്തത്. 1-2 പ്രാവശ്യം ഇങ്ങനെ ആക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ഈ ആണ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ഊരി പോരൂല. അപ്പോൾ നമ്മൾ ഹെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ്. നമ്മളെ ബോഡി പാർട്ട് ഈ ലെഗും ഹെഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിജാബാണ്. ഡോളിന് ഹിജാബ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ടെയിലിൻ്റെ പിടിച്ചിട്ട് ഒരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഈ മാജിക് സർക്കിളിൻ്റെ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി ഞാൻ ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 ഞാനിവിടെ 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഈ ഒരു ടെയിലെൻഡ് വലിക്കുമ്പോൾ ഈ സർക്കിൾ ചെറുതായി വരും. ഈ നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത DCയുടെ നേരെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്തിട്ട് സെയിം ചെയിനിൽ തന്നെ ഒരു DC ചെയ്യുക. ഇനി ഈ റൗണ്ട് മുഴുവനും ഒരു ചെയിനിൽ 2 DC എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 16 8ൻ്റെ ഡബിൾ കിട്ടും. 16 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്ന് തന്നെ ഞാൻ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 സെയിമിൽ തന്നെ ഒന്നും കൂടി ചെയ്യുക. 2 വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഈ 8 ചെയിനിലും 2 എണ്ണം വീതം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 8 സ്റ്റിച്ചിനെ 16 സ്റ്റിച്ചായിട്ട് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ലാസ്റ്റ് ചെയിനിലും അടുത്ത ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക നമുക്ക് 16 സ്റ്റിച്ച് കിട്ടിയിട്ടില്ലേന്ന്. 1 2 3 4 5 6 7 14 സ്റ്റിച്ച് ആയിട്ടുള്ളൂ. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത ആ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയിൻ 3 ചെയ്യുക. 1 2 3 ഇനി ഒരു DC ചെയ്യുക. അടുത്ത സെയിം ചെയിനിൽ ഒരു DC ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ നമ്മൾ ഒരു DC ചെയ്യുക. 2 1 2 1 എന്നുള്ള പാറ്റേൺ ആണ്. സ്റ്റാർട്ടിങ്ങിൽ 2 ചെയ്തു, അടുത്തതിൽ 1 ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ, അതിൽ തന്നെ ഒരു DC ചെയ്തു, പിന്നെ 1 ചെയ്തു, പിന്നെ 2 ചെയ്തു, പിന്നെ അടുത്തതിൽ 1 ചെയ്യുക. 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവൻ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ 2 ആണ് ചെയ്യുന്നത്, പിന്നെ 1 പിന്നെ 2 പിന്നെ 1 പിന്നെ 2 എന്നുള്ള ഈ ഒരു പാറ്റേൺ നമ്മൾ ഈ റൗണ്ട് മുഴുവനും ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ 24 സിംഗിൾ ക്രോഷ്യ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക.
ഇതുവരെ നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് സിംഗിൾ ക്രോഷേ എന്ന് പറഞ്ഞു പോയി. 1 2 ഇനി അടുത്തതിൽ 1 ചെയ്യുക, അടുത്തതിൽ 2 ചെയ്യുക, അപ്പോൾ നമ്മൾ ഹിജാബാണ് ഉണ്ടാക്കുന്നത് ഡോളിൻ്റെ. അപ്പോൾ ഹിജാബ് വേണ്ട, ഈ പ്ലെയിൻ ഡോള് മതി എന്നുണ്ടെങ്കിൽ ഹിജാബ് ചെയ്യാതെ പ്ലെയിൻ ഡോളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരുപാട് കളേഴ്സിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ കസ്റ്റമർ പറഞ്ഞ പ്രകാരമുള്ള ഒരു കളറാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇവിടെ ഈ റൗണ്ട് മുഴുവനും 2 1 2 1 എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചാണ് കിട്ടുക. 3 ചെയിൻ ചെയ്തതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യുന്നത് 3 ചെയിൻ ചെയ്യുക. 1 2 3. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത മൂന്നാമത്തെ ചെയിനിൽ നമുക്ക് ഒന്ന് തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. 1 1 2 എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത്. 3 ചെയിന് നമ്മൾ ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യുക. അടുത്ത ചെയിനിൽ ഒരു DC ചെയ്യുക. മൂന്നാമത്തെ ചെയിനിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. അടുത്തതിൽ 1 സെക്കൻഡിലും 1 ചെയ്യാം, 1 DC ചെയ്യുക. തേർഡ് വണ്ണിൽ ഒന്ന് തന്നെ 2 DC ചെയ്ത് കൊടുക്കാം. 1 1 1 2 എന്നുള്ള ഈ ഒരു പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം ഞാൻ 1 1 2 എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് 32 സിംഗിൾ ക്രോഷേ ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടിയത്. 3 ചെയിൻ ചെയ്ത ആ ഒരു ചെയിനിൽ സ്പേസിൽ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ചെയിൻ 3 ചെയ്യാം. 2 3. ഇനി 3 DC ഫോർത്ത് ചെയിനിൽ ഇൻക്രീസിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. 2 3 3 ചെയിനിലും ഓരോ DC വീതം ചെയ്തു. 3 ചെയിനിലും ഓരോ DC വീതം ചെയ്യാം. ഫോർത്ത് ചെയിനിൽ നമുക്കൊരു ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. 1 2. ഓരോ റൗണ്ട് നിങ്ങൾ കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്തിട്ട് ആ റൗണ്ടിൽ സ്റ്റിച്ചസ് കുറവാണെങ്കിൽ ആ സ്റ്റിച്ചസ് കിട്ടുന്ന വരെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അടുത്ത റൗണ്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചസ് ഭയങ്കര ഡിഫറെൻറ്റ് വരും. അപ്പോൾ ഓരോ റൗണ്ടും കൗണ്ട് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവുക. ഇനി അടുത്ത 3 ചെയിനിലും ഓരോ DC വീതം ചെയ്യുക. 3 ചെയിനിലും ഓരോ DC വീതം ചെയ്തു. നാലാമത്തെ ചെയിനിൽ നമുക്കൊരു ഇൻക്രീസിങ് DC ചെയ്ത് കൊടുക്കുക. 1 സെയിം ചെയിനിൽ തന്നെ 2. അപ്പോൾ 3 DC ഒരു ഇൻക്രീസിങ് എന്നുള്ള ഒരു ഈ പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത്. 3 DC ചെയ്ത് കൊടുക്കുക. 1 2 3. 3 DC. അടുത്ത ചെയിനിൽ നമുക്ക് ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും നമുക്ക് 3 DC ഒരു ഇൻക്രീസിങ് എന്നുള്ള ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും ഞാൻ 3 DC ഒരു ഇൻക്രീസിങ് 3 DC ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫോർത്ത് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ക്യാപ്പ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ
അടുത്ത ചെയിനിൽ 3 ചെയിൻ ചെയ്യുക. അടുത്ത റൗണ്ടിൽ 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ 4 DC ഒരു ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചെയിനിൽ ഒരു DC ചെയ്യുക, തേർഡ് ചെയിനിൽ ഒരു DC ചെയ്യുക, ഫോർത്ത് ചെയിനിലും ഒരു DC ചെയ്യുക, ഫോർത്ത് ചെയിനിൽ DC, ഫിഫ്ത്ത് വണ്ണിൽ നമ്മൾ ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഫിഫ്ത്ത് വണ്ണിൽ ഒരു ചെയിനിൽ തന്നെ 2 DC ചെയ്ത് കൊടുക്കുക. 4 DC ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത്. അടുത്ത 4 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3 4. 4 ചെയിനിലും ഒരു DC ചെയ്തു. അഞ്ചാമത്തെ ചെയിനിൽ ഒന്ന് തന്നെ 2 DC ചെയ്ത് കൊടുക്കുക. 1 സെയിമിൽ തന്നെ ഒന്നും കൂടി ചെയ്യുക. 4 DC 1 ഡിക്രീസിങ് ഇൻക്രീസിങ് എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവൻ ചെയ്യുന്നത്. 4 DC ചെയ്യുക. 1 2 3 4 DC ഒരു ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ട് മുഴുവനും നമ്മൾ 4 DC ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഇൻക്രീസിങ് എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം. 4 DC ഓരോ സ്റ്റിച്ചിലും 4 DC ചെയ്യുക, ഒരു ഇൻക്രീസിങ് ചെയ്യുക. ഈ ഒരു പാറ്റേൺ നമ്മൾ ഈ റൗണ്ട് മുഴുവൻ ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാൻ ഈ റൗണ്ട് മുഴുവനും 4 DC ഒരു ഇൻക്രീസിങ് എന്നുള്ള ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 48 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഞാൻ ഈ ഒരു 3 ചെയിൻ ചെയ്ത് ആ ഒരു സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഈ നമ്മൾ ചെയിൻ 3 ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അടുത്ത റൗണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒന്നുമില്ല. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 48 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ സ്റ്റിച്ചസ് മിസ്സായിക്കണേ. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾ ഇതുപോലെ ക്രോഷ്യ ചെയ്യാൻ ആഗ്രഹമുള്ള നിങ്ങളെ ഫ്രണ്ട്സേക്കൊക്കെ നിങ്ങൾ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ഓരോ ഷെയറിങ്ങും വളരെ ഹെൽപ്പാവും എനിക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് എനിക്ക് ഇനിയും മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ടും പിന്നെ കമൻസും ഒക്കെ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് കമൻറ്റിൽ പറഞ്ഞാൽ ഞാനൊരു വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്യുക. ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 48 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും 48 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് റൗണ്ട് മുഴുവനും ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഈ റൗണ്ട് മുഴുവനും ഓരോ DC വീതം ചെയ്തു. എനിക്ക് 48 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ 3 ചെയിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്ത് യാൺ കട്ട് ചെയ്യാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ പ്രകാരമാണ് ഞാൻ ഓരോ കളറും ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം കളറിൽ തന്നെ ഒറ്റ കളറിൽ മതി ഹിജാബ് എന്നുണ്ടെങ്കിൽ ഈ സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അവർ ബോർഡറിൽ ഇങ്ങനെ ഈ ഒരു കളർ ആഡ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ കളർ ആഡ് ചെയ്യാണ്, ഡ്രസ്സിൻ്റെ കളറ്. അപ്പോൾ ഞാൻ കുറച്ചധികം ടൈലൻഡ് എടുത്തിട്ട് ഞാൻ ഇവിടെ പ്രസ് ചെയ്യാണ് ഈ ഒരു ബാക്കിൽ. അതിനുശേഷം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. 1 2 3 ചെയിൻ ചെയ്യുക. ഈ റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുന്നത്. ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കളറ് മാറ്റിയെന്നുള്ളൂ. ബോർഡറിൽ ഈ ഒരു കളറ് വരാൻ വേണ്ടിയിട്ട്
ഞാൻ ഇങ്ങനെ കളറ് ചേഞ്ച് ചെയ്തെന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ഇത് സെയിം കളർ തന്നെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ചേഞ്ച് ചെയ്യണ്ട. അപ്പോൾ ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സെയിം കളറാണെങ്കിൽ ഞാൻ കട്ട് ചെയ്യാതെ ഈ സെയിം പാറ്റേൺ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ 2 റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും ഓരോ DC വീതം ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഓരോ ചെയിനിലും ഓരോ DC വീതം ചെയ്തിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് 13 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 13 സ്റ്റിച്ച് ചെയ്തു. യാൺ ഓവർ ചെയ്തിട്ട് 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് 10 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു എൻഡ് എത്തുമ്പോൾ നമുക്ക് 10 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. നമ്മൾ 13 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തത്. 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തത്. നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC വീതം ചെയ്തു. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് DC ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 13 31 32 33 41 42 അങ്ങനെ നമ്മൾ 42 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ
2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 13 31 32 33 34 35 36 37 38 39 14 41 42 42 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. നമ്മൾ എല്ലാ ചെയിനിലും ഒരു DC ചെയ്ത് കൊടുക്കാം. ഈ ചെയിനിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. ഈ ഒരു ചെയിൻ വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഈ എല്ലാ ചെയിനിലും ഓരോ DC വീതം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഈ ഒരു DC ഉണ്ടല്ലോ, ആ DCൻ്റെ ഉള്ളിലേക്ക് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം യാൺ ഇങ്ങനെ വലിക്കുക. നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിലേക്ക് ഇത് ഹൈഡ് ചെയ്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് യാൺ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ ഹിജാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക. ഇനി ഡോളിൻ്റെ കൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാൻഡ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ മാജിക് സർക്കിളിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു ചെയിൻ 1 ചെയ്യുക. ഇതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ ടൈലൻ്റ് ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൽ ആ ചെയിൻ പോലെ കാണുന്ന ആ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെയിം സ്പേസിൽ തന്നെ ഒന്നുകൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും 2 എണ്ണം വീതമാണ് ചെയ്യുന്നത്. അടുത്ത ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 5 ചെയിനിന് 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്, 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിനെ 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചായിട്ട് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 5 ചെയിനിലും 2 എണ്ണം വീതം വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക.
അപ്പോൾ നമ്മൾ വർക്ക് 10 സ്റ്റിച്ച് കിട്ടിയെന്നോന്ന് ഈ ഒരു ചെയിൻ പോലെ കാണുന്ന ഭാഗം കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ എനിക്കിവിടെ 10 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ആ സ്റ്റിച്ച് മാർക്കറിൽ നമുക്ക് എടുത്ത സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്ക് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഇനി നമ്മൾ 3 റൗണ്ട് 3 മുതൽ റൗണ്ട് 4 വരെ 3 4 5 6 അങ്ങനെ 4 റൗണ്ടിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതമാണ് ചെയ്യുന്നത്. ഹുക്ക് ഇൻസേർട്ട് 2 ലൂപ്പിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓരോ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ എനിക്ക് അടുത്ത റൗണ്ടിൽ 3rd റൗണ്ടിൽ 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. വീണ്ടും ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ആ സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അത് 4th റൗണ്ടാണ്. 4th റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് കഴിയുമ്പോൾ 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് കൗണ്ട് ചെയ്യുക. അങ്ങനെ 3 4 5 6 അങ്ങനെ 4 റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ 4ാമത്തെ റൗണ്ടാണ്. 5ാമത്തെ റൗണ്ടും ഓരോ റൗണ്ടിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 6ാമത്തെ റൗണ്ടിലും അങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം ഞാനിവിടെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം 6 റൗണ്ട് ചെയ്തു. 1 2 3 4 5 6 6 റൗണ്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഞാനിനി യാണ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. നമ്മൾ ഏത് കളറാണോ ഡ്രസ്സിന് യൂസ് ചെയ്യുന്നത് ആ കളറെയാണ് എടുക്കുക. എന്നിട്ട് ഞാൻ നമ്മൾ ചെയ്ത ചെയിനിൽ ഇങ്ങനെ ഹുക്ക് ഉണ്ടാവും. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം ഞാൻ ഈ ഒരു കളറ് യാണാണ് ഡ്രസ്സിന് യൂസ് ചെയ്യുന്നത്. ആ യാണ് ഞാൻ ഈ ഒരു ഫിംഗറിനെ കൊണ്ട് ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് യാണോവർ ചെയ്ത് മുകളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. അതിൽ ഒന്ന് വൈറ്റ് കളർ യാണോ, ഒന്ന് ഈ ഒരു ഡ്രസ്സിൻ്റെ കളർ യാണോ ആണ്. യാണോവർ ചെയ്യുക. ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടിയും പുറത്തേക്ക് എടുക്കുക. ഇനി നമുക്ക് കുറച്ച് 1-2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് കളറിയാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഡ്രസ് ഈ കളറ് യാണിനെ കൊണ്ടാണ് നമ്മൾ റണ്ണിങ് യാൺ ആയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇനി ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുന്നത്. ഇനി നമ്മൾ കൈക്ക് ഞാനിവിടെ ഓൾറെഡി ഒന്ന് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 19 റോ ആണ് ഞാൻ ഈ ഒരു കളർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 19 റോ ചെയ്യുക. ഇനി ഓരോ ചെയിനിലും ഇനി സ്റ്റിച്ച് മാർക്കർ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഫസ്റ്റ് റൗണ്ടാണ് ആഡ് ചെയ്ത ഭാഗം എത്തുമ്പോൾ. അങ്ങനെ നമ്മൾ 19 റോയും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ബിഗിനേഴ്സ് ആണെങ്കിൽ സ്റ്റിച്ച് മാർക്കർ വെക്കുകയാണ് നല്ലത്. സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് റൗണ്ട് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഓരോ റൗണ്ടിലും 10 സ്റ്റിച്ച് തന്നെ അല്ലേ എന്ന് കൗണ്ട് ചെയ്യണം. 10 ഉള്ളത് 11 12 ആവരുത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ റൗണ്ടും ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ 2nd റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഇതേപോലെ നിങ്ങൾ 19 റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാനിവിടെ 19 റൗണ്ട് ചെയ്തിട്ടുണ്ട്. 19 റൗണ്ട് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഫൈബർ ഫിൽസ് കയ്യിലേക്ക് നമ്മൾ അധികം ഫില്ല് ചെയ്യുന്നില്ല. കുറച്ച് ഫൈബർ ഫിൽ എടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം.
നിങ്ങൾ ഫുൾ പകുതി ചെയ്ത് കൈ ചെയ്തിട്ട് ഫില്ല് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഫുൾ ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ലോണം അടിഭാഗത്തേക്ക് ആക്കി കൊടുക്കാം. ഒന്ന് പകുതി വെച്ച് ചെയ്യുമ്പോൾ ഇത്ര തുന്നിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ടഫ് വരില്ല. ഞാനത് നേരത്തെ പറയാൻ മറന്നുപോയി, വിട്ടുപോയതാണ്. അപ്പം ഞാനിങ്ങനെ അധികം ഫില്ല് ചെയ്തിട്ടില്ല, കുറച്ച് ഭാഗം ഈ ഭാഗത്തേക്കൊന്നും ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ കൈ ഇങ്ങനെ മതി നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു റോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്, ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഉള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് സ്റ്റാർട്ടിങ് എന്ന്. അപ്പോൾ അവിടെ നമ്മൾ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ചെയിൻ ഇതിൻ്റെ ഉള്ളിൽ കൂടി പുറത്ത്, 2 ചെയിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് യാണിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു കൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ നേരത്തെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 കൈകൾ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിത് അറ്റാച്ച് ചെയ്യാം.